ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഒരു സെല്ലോ ടാപ്പ് എടുത്തിട്ടുണ്ട്. അതിന് ആ റൗണ്ട് ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു റൗണ്ട് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 റുപ്പി കോയിൻ വെച്ചിട്ട് ഒരു കുഞ്ഞ് റൗണ്ട്, അതിൻ്റെ നടുവിലോട്ട് റൗണ്ട് വരച്ചിട്ട് ഒരു 5 ലൈൻസ് വരച്ചിട്ടുണ്ട്. പിന്നെ അതിനേക്കാളും ചെറിയൊരു 1 റുപ്പി എടുത്തിട്ട് രണ്ട് ഭാഗത്തും വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് ഇതുപോലെ 3 ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഓവൻ റോസാണ്. ഫസ്റ്റ് നടുവിലുള്ളത് 5 പെറ്റലിൻ്റെതും പിന്നെ 2 സൈഡും ഉള്ളത് 3 പെറ്റലിൻ്റെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 2 കളേഴ്സും വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ 2 ലീഫിൻ്റെ ഇതൊരു പിക്ചർ അങ്ങനെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പെൻ ഉപയോഗിച്ചിട്ടാണ് വരച്ചത്. നിങ്ങൾ മാക്സിമം കാർബൺ പേപ്പർ വെച്ച് തന്നെ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം 5 ലൈൻസും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. ഓരോ ലൈൻസ് ആ നടുവിൽ റൗണ്ട് ഷേപ്പ് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ നടുവിൽ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 5 ലൈൻസും ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 12 നൂല്, അതായത് 6 നൂല് എംബ്രോയ്ഡറി ത്രെഡ് കോർത്ത് 2 അറ്റവും ഒരുപോലെ കെട്ടിട്ട ഒരു നൂലാണിത്. എന്നിട്ട് ഓരോ ലൈനും അടിവശത്തും പുറത്തുമായിട്ട് ഇങ്ങനെ എടുക്കുക. ഒരു ലൈനിൻ്റെ അടിവശത്താണെങ്കിൽ അടുത്ത ലൈനിൻ്റെ പുറത്തു കൂടിയാണ് എടുക്കേണ്ടത്. ബുള്ളിയൻ പ്രോസസ്സ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ മനസ്സിലാകാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഇതുപോലെ ഓരോന്നും ഇങ്ങനെ ഒന്ന് അടിവശത്ത് ഒന്ന് പുറത്ത് അങ്ങനെ ആ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതെൻ്റെ സ്വന്തം ഡിസൈനാണ്, അതുകൊണ്ടാണ് ഞാൻ പെന്നിട്ട് വരച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് ഡിസൈൻസൊക്കെ അവൈലബിൾ ആണ്. അത് നോക്കി വരച്ചെടുത്താലും മതി. അപ്പോൾ യൂസ് ചെയ്യുന്ന തുണിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഈ മഷി വാഷ് ചെയ്യുമ്പോഴത്തേനും ഫേഡാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ് ഓവൻ റോസ്. സ്പൈഡർ വെബ് സ്റ്റിച്ച് എന്നും പറയുന്നതിനെ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലെങ്ത് ആയി തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തേക്കുക. കുറച്ച് ലെങ്ത് കൂടിയൊരു വീഡിയോ ആണിത്. അപ്പോൾ നടുവിലുള്ളത് ഫ്രഞ്ച് നോട്ടാണ്. ആ നടുവിൽ നിന്ന് കുത്തിയെടുത്ത് സൂചി ഇതുപോലെ കറക്കിയിട്ട് തൊട്ട് താഴെ തന്നെ കുത്തി ഇറക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഫ്രഞ്ച് നോട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഫ്രഞ്ച് നോട്ടിൻ്റെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ആയിട്ടുള്ള ആ 3 പെറ്റലിൻ്റെ റോസാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ആ 3 പെറ്റൽ ഇതുപോലെ ചെയ്തെടുക്കുക, 3 ലൈൻസ് ഇതുപോലെ ചെയ്തെടുക്കുക. ഇതും ഒരു 2 തുമ്പും, നൂലിൻ്റെ 2 തുമ്പും ഒരുപോലെ കെട്ടിട്ടെടുത്തതാണ്. അപ്പോൾ 12 സ്റ്റാൻഡ്സ് കിട്ടും. ഇത് അതുപോലെ തന്നെ ചുറ്റിയെടുക്കുകയാണ്. ഇത് 3 നൂലിൻ്റെ ചുറ്റിയെടുക്കുകയാണ്. അത് വളരെ എളുപ്പമായിട്ട് ചുറ്റിയെടുക്കാം. സൂചിയുടെ പുറകുവശം ഉപയോഗിച്ച് ചുറ്റുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചുറ്റിയെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും സിമ്പിൾ എന്ന് പറയുന്നില്ല, കാരണം സിമ്പിളായിട്ടുള്ളത് മാത്രമേ ഞാൻ സെലക്ട് ചെയ്യൂ, കാരണം എനിക്ക് ചെയ്യാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. അതിനുശേഷം ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ലീഫിന് വേണ്ടിയിട്ട്. അതും ഇതുപോലെ ഒരു 12 നൂലിട്ടാണ് ചെയ്യുന്നത്. 2 തുമ്പ് ഒരുപോലെ കെട്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ആ ലീഫിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കുത്തിയെടുത്തിട്ട് അതിൻ്റെ നടുവിലോട്ട് അല്ലെങ്കിൽ നടുവിൻ്റെ കുറച്ച് മുകളിലോട്ടായി കുത്തി ആ ഒരു ജസ്റ്റ് ആദ്യം കുത്തിയതിൻ്റെ തൊട്ട് താഴെയായിട്ട്, തൊട്ട് ചേർന്നും ഇരിക്കണം, തൊട്ട് താഴെ ആയിരിക്കണം. അപ്പോഴേ നല്ല ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്ന് പണി തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നൂല് ലെങ്ത്ത് എടുക്കേണ്ട കാര്യമില്ല, കാരണം പണി കിട്ടും. ഒരുപാട് കുരുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനങ്ങനെ ചെയ്തിട്ട് ഒരുപാട് കുരുങ്ങിയാണ് ചെയ്തത്. ഞാൻ എഡിറ്റ് ചെയ്തതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ആ നടുവിൽ താഴത്ത് കുത്തിയില്ലേ, ആ താഴ്ന്ന് കുത്തിയിട്ട് ഇടതുവശത്തോട്ട് ആദ്യം കുത്തിയതിൻ്റെ തൊട്ട് താഴെ ചെയ്യുക. അങ്ങനെ വലതുവശത്തും ഇടതുവശത്തും ഇങ്ങനെ മാറി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും നടുവിലോട്ട് കുത്തി ആ വലതുവശത്ത് ജസ്റ്റ് ആ കുത്തിയതിൻ്റെ തൊട്ട് താഴെ കുത്തിയെടുക്കുക. കാരണം ഇങ്ങനെ താഴോട്ടാണ് വരേണ്ടത്. ആ ലീഫിൻ്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടാണ്. വളരെ എളുപ്പമുള്ളൊരു ലീഫാണിത്. ലേസി ഡേസിയും ഇതും എളുപ്പമുള്ളത് മാത്രമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് സ്പീഡ് ചെയ്ത് കാണിക്കുകയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് വലതുവശത്ത് ഇടതുവശത്ത് അങ്ങനെ നടുവിൽ കുത്തി വലതുവശത്ത്, നടുവിൽ കുത്തി ഇടതുവശത്ത്, അങ്ങനെയുള്ളൊരു ടൈപ്പ് ലീഫാണിത്. കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് നൂല് ലെങ്ത്ത് കൂട്ടിയെടുക്കരുത്, ആവശ്യത്തിന് മാത്രം എടുത്ത് തയ്ക്കുക. അല്ലെങ്കിൽ അത് സ്റ്റിച്ച് എപ്പോഴും ഇങ്ങനെ നൂല് കുരുങ്ങുന്നത് കാരണം ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
അങ്ങനെ രണ്ട് വശത്തുള്ള ലീഫ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു പർപ്പിൾ കളർ ത്രെഡ് സൂചിയിൽ അതുപോലെ തന്നെ രണ്ട് തുമ്പും ഒരുപോലെ കെട്ടിട്ടെടുത്തതാണ്. അതിനുശേഷം ഇതുപോലെ അടിവശത്ത് നിന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ സൂചി ഇതുപോലെ സൂചിയിലോട്ടൊന്ന് കുത്തി ഒന്ന് താഴ്ത്തുക. അപ്പോൾ ഇടതുവശത്തുള്ള ആ നൂല് ഒന്ന് ജസ്റ്റ് പിടിച്ച് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് മാത്രം സൂചി ഇങ്ങനെ വലിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ഫ്രഞ്ച് നോട്ട്. ഒന്നും കൂടി കാണിച്ചു തരാം. സൂചി അടിവശത്തൊന്ന് കുത്തി മുകളിലോട്ട് എടുക്കുക. പിന്നെ ആ ഇടത് കൈ കൊണ്ട് ആ നൂല് പിടിച്ചിട്ട് ഈ സൂചിയിലോട്ടൊന്ന് ചുറ്റിയെടുത്തിട്ട് ആ സൂചി എവിടെയാണോ കുത്തിയെടുത്തത് അതേ ആ സ്ഥാനത്ത് തന്നെ കുത്തി താഴ്ത്തി വെക്കുക. താഴ്ത്തി എടുക്കുന്നതിന് മുന്നേ ആ ഇടതുവശത്തുള്ള ആ നൂലൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് മാത്രമേ ആ സൂചി ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ഫ്രഞ്ച് നോട്ട് റെഡിയായി കിട്ടും. അപ്പോൾ പറയുന്നുണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ഒരു ഫ്രഞ്ച് നോട്ട് ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ആ ഗ്രീൻ കളർ തന്നെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റെം സ്റ്റിച്ചിന് വേണ്ടിയിട്ടാണ്. സ്റ്റെം ആദ്യം ഒന്ന് കുത്തിയെടുത്തിട്ട് കുറച്ച് അകലത്തോടെ ഒന്ന് കുത്തി അതിൻ്റെ നടുവിലോട്ടെടുത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതാണ് സ്റ്റെം സ്റ്റിച്ച്. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ചെടുത്തിട്ട് നമ്മൾ അടുത്തത് ലേസി ഡേസിയാണ് ചെയ്യുന്നത്. ലേസി ഡേസി സെയിം ത്രെഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം അടിവശത്തൊന്നും ആവശ്യമുള്ള ഭാഗത്ത് ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് നൂല് ഒന്ന് കറക്കി എടുക്കുക. എന്നിട്ട് ആ കുത്തിയ ഭാഗത്തു നിന്ന് തന്നെ ചെറുതായിട്ടൊന്നെടുത്ത് കുറച്ച് അകലത്തിൽ കുത്തി വലിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ലേസി ഡേസി കിട്ടും. ഇത് ഒരു ചെറിയൊരു ലീഫിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടും. എന്നിട്ട് തൊട്ട് മുകളിലോട്ടായിട്ട് ഇങ്ങനെ കുത്തി താഴ്ത്തിയെടുക്കുക. അപ്പോൾ അത് ഫിക്സ് ആയിരിക്കും. അങ്ങനെ കുത്തി താഴ്ത്തി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇളകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് അപ്പുറത്തെ വശത്തും ഇതുപോലെ ചെയ്യാം. ഫസ്റ്റ് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ആ നടുവിലോട്ട് വരുമ്പോൾ കുറച്ച് വലിപ്പത്തിലാണ് ഇതുപോലെ കുത്തിയെടുക്കുന്നത്. സാധാരണ ലേസി ഡേസി കുഞ്ഞായിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ആദ്യം കുറച്ച് വലിയ ലീഫിന് വേണ്ടിയിട്ടാണ് കുറച്ച് വലിപ്പത്തിൽ ഇങ്ങനെ കുത്തുന്നത്. കുത്തുമ്പോൾ ആ സൂചിയുടെ മുകൾ വശത്തൂടി നൂല് കിടക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ കുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ടൊന്ന് താഴ്ത്തിയെടുക്കുക. അപ്പോൾ ഇനി ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് അളവ് ചെറുതാക്കിയെടുക്കുക. അങ്ങനെ കുറഞ്ഞ് വരും. അതായിരിക്കും കൂടുതൽ ഭംഗി. ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് മുകളിലോട്ടും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. താഴത്തെ ആ ഭാഗത്തൊക്കെ ഇതുപോലെ ലേസി തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.